ഹായ് എവരിവൺ. നിങ്ങൾക്കൊരു മികച്ച ട്രേഡറായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാർക്കറ്റിൽ കാണുന്ന എല്ലാ കാൻഡിൽ സ്റ്റിക്കുകളും പഠിച്ച് മനപ്പാടാക്കിയിട്ട് യാതൊരുവിധ കാര്യമില്ല. നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ കാൻഡിൽസുകളും ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സൈക്കോളജി എന്താണെന്നുള്ളതാണ്. ഇത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ പ്രോപ്പറായിട്ട് എങ്ങനെ നമ്മൾ ഓരോ കാൻഡിൽസിക്കും ഫോം ചെയ്യുമ്പോൾ എങ്ങനെ റീഡ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ഒരു ചാർട്ടിനെ റീഡ് ചെയ്യാൻ വേണ്ട കാൻഡിൽസിക്കുകൾ മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പാറ്റേണുകളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓരോ കാൻഡിൽസിക്കിൻ്റെയും സൈക്കോളജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം ഇതൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇത് എന്തുകൊണ്ടാണ് സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലായി മാറി എന്നുള്ളത് നമുക്ക് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്, അടിയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്ത പാടെ കുറഞ്ഞ സെല്ലേഴ്സാണ് ഈ ഒരു ക്യാൻഡിൽ വന്നിട്ടുള്ളത്. ഇവിടെ വരെയാണ് സെല്ലേഴ്സ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് ബൈ ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു ഹൈ വരെ പോയിട്ടുണ്ട്. ഈ ക്യാൻഡിലിൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഇവിടെ മുതൽ ഇവിടം വരെ ബയ്യർ ആണുള്ളത്. ഈ ഒരു ക്യാൻഡില് സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണ്, കൂടുതലായിട്ട് ബയ്യേഴ്സ് ആണുള്ളത്. ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ബയ്യേഴ്സ് ഇൻ ടോട്ടൽ കൺട്രോൾ ക്യാൻഡിൽ എന്ന് പറയും. ബയ്യേഴ്സ് ഈ ഒരു ഇത്തരത്തിലുള്ള ക്യാൻഡിൽ സപ്പോർട്ടിൽ ഫോം ആയി കഴിഞ്ഞാൽ അവിടെ ബയ്യേഴ്സ് ടോട്ടൽ കൺട്രോൾ എടുത്ത് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേമാതിരി ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾ സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിൽ എന്ന് പറയും. ഇതിന്റെ സൈക്കോളജി നോക്കി നോക്ക്. ഇത് ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, ഹൈയിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ചൊന്ന് ബൈ ചെയ്ത് മാർക്കറ്റ് മുകളിൽ പോയി, വളരെ കുറച്ച്. അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് സെല്ല് ചെയ്തിട്ട് ഇവിടം വരെ മാർക്കറ്റ് വന്നു. ഈ ക്യാൻഡിൽ ക്ലോസ് ആവുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈക്കോളജി നമ്മൾ നോക്കുകയാണെങ്കിൽ സെല്ലേഴ്സ് ഇൻ ടോട്ടൽ കൺട്രോൾ എന്ന് പറയാം. ഈ ഒരു ക്യാൻഡിലിൽ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, ഇവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അത്തരം ഏരിയയിൽ ഫുള്ള് സെല്ലറാണ്. ഇപ്പൊ സെല്ലർ ഇൻ ടോട്ടൽ കൺട്രോൾ എന്ന് പറയാം ഈ ഒരു ക്യാൻഡിലിന്. അതേമാതിരി തന്നെ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഒരു ക്യാൻഡിൽ ഇവിടെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അല്ലേ, ഇവിടെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സ്ലൈറ്റ്ലി ഒന്ന് മാർക്കറ്റ് ബൈ ചെയ്തു, ഇവിടെയാണ് മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മാർക്കറ്റിൽ സ്ട്രോങ് സെല്ലിങ് വന്നു. മാർക്കറ്റ് ഇവിടം വരെ എത്തി. ഇവിടം വരെ എത്തിയപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും ബയ്യേഴ്സ് ബൈ ചെയ്ത് മാർക്കറ്റിനെ എന്ത് ചെയ്തു, മുകളിലോട്ട് കൊണ്ടുപോയി. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈ ക്യാൻഡിലിന്റെ കളറ് റെഡ് ആണെന്നുണ്ടെങ്കിലും ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളത് ബയ്യർ ആണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ സൈക്കോളജിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ക്യാൻഡിൽ സ്റ്റിക്കിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെല്ലേഴ്സ് ആർ ലൂസിങ് പവർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾക്ക് മാർക്കറ്റിൽ കിട്ടിയാൽ സപ്പോർട്ടിലോ റെസിസ്റ്റൻസിലോ ആണ് നിങ്ങൾ റീഡ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ കിട്ടിയാൽ ഇതിന്റെ സൈക്കോളജി സെല്ലേഴ്സ് പവർ ലൂസ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ബയ്യേഴ്സ് ആർ ലൂസിങ് പവർ ക്യാൻഡിൽ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, അടിയിൽ ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മാർക്കറ്റിൽ സ്ലൈറ്റ്ലി ഒരു സെല്ലിങ് വന്നു, ഈ ഒരു പോയിന്റ് വരെ ഇതിന്റെ ലോ വരെ സെല്ലിങ് വന്നു. ഇവിടുന്ന് ബൈ ചെയ്ത് മാർക്കറ്റ് ഇവിടം വരെ പോയി. ഇവിടം വരെ മാർക്കറ്റ് പോകുമ്പോൾ ഇതേമാതിരിയുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു ഇത്. അതിനുശേഷം ഈ ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് സെല്ല് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു മാർക്കറ്റ്. അപ്പൊ ഇവിടെ മുതൽ ഈ ഒരു ഏരിയ വരെ ആരാണുള്ളത്, സെല്ലറാണുള്ളത്. ഗ്രീൻ ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ കൂടുതലായിട്ടുള്ളത് സെല്ലറാണ്. ഇപ്പോൾ ബയ്യേഴ്സ് ആർ ലൂസിങ് പവർ എന്നാണ് നമ്മൾ ഈ ഒരു ക്യാൻഡിലിനെ പറയാം. അതിനുശേഷം ഈ ഒരു ക്യാൻഡിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്ന് പറയും. മാർക്കറ്റിന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് ഈക്വലായിട്ട് ബയ്യറും സെല്ലറും ഈക്വലായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. ഇത് നമ്മൾ ഡോജി ക്യാൻഡിൽ എന്നാണ് പറയുക. ഈക്വൽ പവർ ആയിരിക്കും. ഇത്തരം ക്യാൻഡിലൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അപ് സൈഡ് ആണോ ഡൗൺ സൈഡ് ആണോ ബ്രേക്ക് ഔട്ട് കിട്ടണമെന്ന് നോക്കി അതിന് ശേഷമാണ് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഈ എല്ലാ ക്യാൻഡിൽസുകളും നിങ്ങൾ റീഡ് ചെയ്യേണ്ടത് സപ്പോർട്ടിലും റെസിസ്റ്റൻസിലുമാണ്. മാർക്കറ്റിന്റെ ഇൻമിഡിലൊന്നും പോയിട്ട് ക്യാൻഡിൽ സ്റ്റിക്ക് സൈക്കോളജി റീഡ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ഇത്തരം ഏത് ക്യാൻഡിൽസുകളും ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ക്യാൻഡിൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും ഡിസിഷൻ എടുക്കരുത്. ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ.
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ചാർട്ട് എടുത്തിട്ടുണ്ട്. ചാർട്ട് എടുത്തിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സപ്പോർട്ടിലോട്ടും റെസിസ്റ്റൻസിലോട്ടും മാർക്കറ്റ് വരുമ്പോൾ എങ്ങനെയാണ് അവിടെ ക്യാൻഡിൽ സ്റ്റിക്ക് റീഡ് ചെയ്തിട്ട് നമുക്ക് ഒരു വ്യൂ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ റെസിസ്റ്റൻസിലോട്ടാണ് മാർക്കറ്റ് കയറി ചെല്ലുന്നത്. ഇത് എന്തുകൊണ്ടാണ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തേക്കണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് 4-ാം തീയതി എന്ന് പറഞ്ഞ ദിവസം മാർക്കറ്റ് പോയി ക്ലോസ് ചെയ്തത് ഇവിടെയായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഓപ്പണിങ്ങിൽ എന്താണ് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സെല്ലിംഗ് ആണ് വന്നത്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ളത് എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള സെല്ലറാണ്. ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് പോകുമ്പോൾ അവിടുന്ന് വീണ്ടും സെല്ലിങ് വരാനുള്ള സാധ്യതകളുണ്ട്. അതാണ് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ക്യാൻഡിൽ സ്റ്റിക്കിനെ റീഡ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്ക്, മാർക്കറ്റ് ഇങ്ങോട്ട് കയറി ചെന്നു അല്ലേ. ആദ്യം ഇവിടെയാണ് മാർക്കറ്റ് എന്ത് ചെയ്തത് പോയി ടച്ച് ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിനെ നോക്കി നോക്ക്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബയ്യിങ് ക്യാൻഡിലായിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് ഉണ്ടായ ക്യാൻഡിലോ നിങ്ങൾ നോക്കി നോക്ക്, റീഡ് ചെയ്ത് നോക്കി നോക്ക്. ഈ ഒരു ക്യാൻഡില് ഇവിടെ എന്താ സംഭവിച്ചേക്കണേ, മാർക്കറ്റിൽ ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത്. അതായത് 253 എന്ന് പറഞ്ഞ ഒരു പ്രൈസിലാണ്, 53.25 എന്ന് പറഞ്ഞ പ്രൈസിലാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഇമീഡിയറ്റ് ആയിട്ട് മുകളിലോട്ടാണ് പോയത്. മുകളിൽ പോയപ്പോൾ എന്ത് ചെയ്തു, അവിടെ സെല്ലർ നിൽക്കുന്ന ഏരിയയാണ്. അവിടുന്ന് സെല്ല് ചെയ്തിട്ട് മാർക്കറ്റിനെ അടിയിലോട്ട് താത്തി അല്ലേ. അപ്പോൾ ഇവിടെ വരെ പോണ സമയത്ത് ഇതൊരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു, ബയ്യേഴ്സ് പവർ ലൂസ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റിനെ ഇവിടെ കൊടുന്നിട്ട് മാർക്കറ്റിനെ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിലും റെഡ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ റെസിസ്റ്റൻസ് ലെവലിൽ ഈ ഒരു ക്യാൻഡിലിനെ സൈക്കോളജി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബയ്യേഴ്സ് പവർ ലൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ശേഷമുള്ള ക്യാൻഡിൽ വീണ്ടും ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനി താഴത്തോട്ട് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വന്ന് വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു റെസിസ്റ്റൻസിലോട്ട് സെല്ലർ നിൽക്കുന്ന ഏരിയയിലോട്ടാണ് മാർക്കറ്റ് വീണ്ടും കയറി ചെല്ലുന്നത്. അപ്പോൾ നിങ്ങൾ ക്യാൻഡിൽസിനെ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഇതെന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിരുന്നു അല്ലേ. സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ ബയേഴ്സ് ഇൻ ടോട്ടൽ കൺട്രോൾ ക്യാൻഡിലാണ്. അതിനുശേഷം വീണ്ടും കയറി ചെന്നപ്പോൾ ഇതും ഈ ഒരു ഹൈ വരെ പോകുമ്പോൾ ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു. പിന്നെ ഇവിടെ മുതൽ എന്ത് ചെയ്തു, എന്തായി, ബയ്യേഴ്സ് പവർ ലൂസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യണ ഒരു ക്യാൻഡിൽ. ഈ ക്യാൻഡിലിന്റെ സൈക്കോളജി എന്താണ്, സെല്ലേഴ്സ് ഇൻ ടോട്ടൽ പവർ ക്യാൻഡിലാണ് അല്ലേ. ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഓപ്പൺ ചെയ്ത ഉടനെ മാർക്കറ്റിൽ എന്താണ് സെല്ലിംഗ് ആണ് വന്നേക്കണത്. എന്നിട്ട് എന്താണ് ക്ലോസിങ് ഇവിടെയാണ് വന്നേക്കണത്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ലെവലിൽ സെല്ലേഴ്സ് ഇൻ ടോട്ടൽ പവറാണ്. അപ്പോൾ മാർക്കറ്റ് എന്താണ് പിന്നെ താഴത്തോട്ട് വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മാർക്കറ്റ് എന്താണ് താഴത്തോട്ട് വരികയാണ്. വീണ്ടും മാർക്കറ്റ് ആ ഒരു റെസിസ്റ്റൻസ് ലെവലിലോട്ട് മാർക്കറ്റ് കയറി ചെല്ലുമ്പോൾ എന്താണ് വീണ്ടും നിങ്ങൾ ഈ ഒരു ക്യാൻഡിലിനെ റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബയ്യേഴ്സ് ലൂസിങ് പവർ ക്യാൻഡിലാണ് ഇതിൻ്റെ സൈക്കോളജി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ താഴത്തോട്ട് മാർക്കറ്റ് എന്താണ് വരുന്നതാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ചാർട്ട് സപ്പോർട്ടിലോട്ട് വരുമ്പോൾ, ഇതൊരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിലോട്ട് വരുമ്പോൾ ക്യാൻഡിൽ സ്റ്റിക്കിനെ നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിനെ അവിടെ റീഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു എൻട്രി എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ സപ്പോർട്ടാണ്. ഇവിടെ മൾട്ടിപ്പിൾ ടൈംസ് മാർക്കറ്റിൽ ബൈ ചെയ്തിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. റെസിസ്റ്റൻസിലെത്തി, മാർക്കറ്റ് സെല്ലിങ് വന്നു. ഇവിടെ ഈ ഗ്യാപ്പ് കാണുന്നത് ഈ ഒരു ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ സപ്പോർട്ടിലോട്ടാണ് മാർക്കറ്റ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ആദ്യം മാർക്കറ്റ് വന്ന സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈയിങ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈയിങ് ക്യാൻഡിലാണ്. അപ്പോൾ ഒറ്റ ക്യാൻഡിൽ, ഞാൻ പറഞ്ഞു ഒറ്റ ക്യാൻഡിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കരുത്. നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ് വന്നത്, നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കി നോക്ക്. ഇവിടെ ബയ്യേഴ്സ് സപ്പോർട്ടിൽ വന്നത് ബയ്യേഴ്സ് ലൂസിങ് പവർ ക്യാൻഡിലാണ്. അപ്പോൾ ബയ്യേഴ്സ് ലൂസിങ് പവർ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിൽ ആരുണ്ട്, സെല്ലർ ഉണ്ട്. പിന്നെ ബയ്യർ സ്ട്രെങ്തൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ക്ലോസ് ചെയ്യണം. ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇതേമാതിരിയൊക്കെ ഉള്ള ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് പിന്നെ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ സപ്പോർട്ടിൽ എന്താണ് ബയ്യേഴ്സ് ലൂസിങ് പവർ ക്യാൻഡിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ അത്തരം സാഹചര്യത്തിലൊക്കെ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഇനി മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഏരിയയിൽ നിന്നും മാർക്കറ്റ് സെല്ല് ചെയ്ത് അപ്പോൾ ഈ ഒരു ക്യാൻഡിലൊക്കെ നോക്കി നോക്ക്. ഈ ഒരു ക്യാൻഡിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള എന്താണ് ബിയറിഷ് ക്യാൻഡിലാണ് അല്ലേ. സെല്ലേഴ്സ് ഇൻ ടോട്ടൽ പവർ ക്യാൻഡിലാണ് അല്ലേ ഈ ഒരു ക്യാൻഡിൽ. അതിനുശേഷം ഈ നെക്സ്റ്റ് ക്യാൻഡിൽ എന്താ ഉണ്ടായത്, നെക്സ്റ്റ് ക്യാൻഡിൽ
ഈ ഒരു ക്യാൻഡിൽ ഇവിടം വരെ വരുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിലായിരുന്നു. നേരെ സപ്പോർട്ടിൽ ടച്ച് ചെയ്തപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ബൈ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഹൈയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സൈക്കോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലേഴ്സ് പവർ ലൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം അത്തരം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇത്തരം ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ സപ്പോർട്ടിൽ ബയ്യർ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എൻട്രി എടുത്തിട്ട് നിയർ ബൈ റെസിസ്റ്റൻസ് വരെ നിങ്ങൾക്ക് പോയിട്ട് വിറ്റ് ഒഴിവാക്കാം. അത്തരത്തിൽ നിങ്ങൾക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻസിലും ഇത്തരത്തിലാണ് നിങ്ങൾ എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചാർട്ടും കൂടി ഒന്ന് നോക്കി നോക്കാം. നമ്മൾ സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ ഇത് ഇവിടുന്ന് റിജക്ഷൻ വന്നിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ വന്നിട്ടുണ്ട്. അങ്ങോട്ട് മാർക്കറ്റ് കയറി ചെല്ലുമ്പോൾ എന്തായിരുന്നു പ്രതിഭാസം എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങോട്ട് മാർക്കറ്റ് കയറി ചെല്ലണ സമയത്ത് നിങ്ങൾ നോക്കി നോക്ക്, സ്ട്രോങ് ആയിട്ടുള്ള ബയ്യിങ് ക്യാൻഡിലുകൾ വെച്ചിട്ടാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത് അല്ലേ. ഈ ഒരു ക്യാൻഡിലിൻ്റെ സൈക്കോളജി നോക്കി നോക്ക്, ബയ്യേഴ്സ് ലൂസിങ് പവർ ക്യാൻഡിൽ അല്ലേ. ഈ ഒരു ഹൈയിൽ നിന്ന് സെല്ലേഴ്സ് സെല്ല് ചെയ്യാൻ ആരംഭിച്ചു, ബയ്യേഴ്സ് ലൂസിങ് പവർ ക്യാൻഡിലാണ്. അതിനുശേഷം മാർക്കറ്റ് നോക്കി നോക്ക്, വീണ്ടും ആ ഒരു ഏരിയയിലോട്ട് ചെന്നപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് ക്യാൻഡിലാണ് വന്നത്. സെല്ലേഴ്സ് ഇൻ ടോട്ടൽ കൺട്രോൾ ക്യാൻഡിലാണ് പിന്നെ വന്നത്. അതിനുശേഷം മാർക്കറ്റ് പയ്യെ താഴത്തോട്ട് വരുന്നു അല്ലേ. ഈ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ബൈ ചെയ്ത് സ്ട്രോങ് ആയിട്ട് കയറിപ്പോയത്. ഇനി ആ ഒരു ഏരിയയിലോട്ടാണ് മാർക്കറ്റ് എന്താണ് താഴത്തോട്ട് പതുക്കെ വരുന്നത്. അവിടെ വരുമ്പോഴാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത് ക്യാൻഡിലിനെ. അപ്പോൾ ഇവിടെ നോക്കി നോക്കുക, നിങ്ങൾ സപ്പോർട്ടിലോട്ട് വന്നിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ആദ്യം ടച്ച് ചെയ്തപ്പോൾ സ്ട്രോങ് ആയിട്ട് ബൈ ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു ദിവസം മാർക്കറ്റ് ഈ ഒരു ദിവസം 23-ാം തീയതി ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഇവിടെയാണ്. അതിനുശേഷം മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോണിലോട്ട് മാർക്കറ്റ് എത്തി. ആ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് എന്താണ് നടന്നത് നോക്കി നോക്ക്. ഈ ഒരു പോയിന്റിൽ ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് എവിടെയെന്നുള്ളത് നിങ്ങൾ നോക്കണം. ഓപ്പൺ ചെയ്തേക്കുന്നത് എന്താണ്, ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ഹൈയിലാണ്. അതിനുശേഷം സ്ട്രോങ് ആയിട്ട് സെല്ലിങ്, ഈ ഒരു ലോ വരെ സെല്ലിങ് വന്നു മാർക്കറ്റിൽ. ഈ ഒരു പോയിന്റിൽ നിന്ന്, ഇതിൻ്റെ ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് ബൈ ചെയ്ത് മാർക്കറ്റിൽ ബൈയേഴ്സ് അഗ്രസീവായി ചെന്നു, ബൈ ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടാണ് മാർക്കറ്റിനെ ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ ബയ്യേഴ്സ് ആണുള്ളത്. ഈ ഒരു ക്യാൻഡിലിൻ്റെ സൈക്കോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു സപ്പോർട്ടിൻ്റെ അടിയിലോട്ട് മാർക്കറ്റിന് പോകാൻ സാധിക്കുന്നില്ല. ഇവിടെ എത്തിയപ്പോൾ സെല്ലേഴ്സ് ലൂസ് ചെയ്യാണ് പവർ. അപ്പോൾ സെല്ലേഴ്സ് ലൂസിങ് പവർ ക്യാൻഡിലാണ് ഇവിടെ സപ്പോർട്ടിൽ വന്നത്. അതിനുശേഷം എന്താണ്, മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. വീണ്ടും ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സൈക്കോളജി റീഡ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള സപ്പോർട്ടിലും അതേമാതിരി റെസിസ്റ്റൻസ് ലെവലുകളിലുമാണ്. ഇവിടെ നോക്കി നോക്കുക, സപ്പോർട്ടിലും ബയ്യർ സ്ട്രോങ് ആയി മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് റെസിസ്റ്റൻസ് ലെവൽ വരെ കയറിപ്പോയി അല്ലേ. അതിനുശേഷം എന്തുണ്ടായി, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടു. ഈ ഒരു റെസിസ്റ്റൻസ്, ഇവിടുത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടു. പിന്നെ റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട് എന്നുള്ള പ്രൈസേഷൻ വർക്കായിട്ടാണ് കറൻ്റ്ലി മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയൊക്കെ എന്തായി, സ്ട്രോങ് ആയിട്ട് സെല്ല് ചെയ്തിട്ട് അടിയിലോട്ട് ഇറക്കിയപ്പോഴും എന്താണ്, ഇവിടെ ബയ്യേഴ്സ് എന്ത് ചെയ്തു, സ്ട്രോങ് ആയിട്ട് ബൈ ചെയ്ത് മാർക്കറ്റിനെ മുകളിലോട്ട് കയറ്റി. ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൽ നിങ്ങൾ അങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ ഈ ഒരു പോയിന്റ് വരെ വരുമ്പോൾ ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താണ് ബിയറിഷ് ക്യാൻഡിലാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് ബൈ ചെയ്തിട്ട് മാർക്കറ്റ് കൊണ്ടുപോയി ക്ലോസ് ചെയ്തത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഇതൊരു ഗ്രീൻ ക്യാൻഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സൈക്കോളജി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യുക. നിങ്ങൾ സൈക്കോളജിയാണ് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് കുറേ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകൾ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെച്ചതുകൊണ്ട് കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലോട്ട് എഴുതി കറക്റ്റായിട്ട് അതിൻ്റെ സൈക്കോളജി ഒക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.